Look. Hey guys, welcome to Akrapacha Vlogs by Nitya. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കിയേ ഗൈസ്, നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിൽക്കുന്നത് ഒരു കൂരിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ നടുവിലാണ്. കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ സ്പ്രിങ് വന്നപ്പോഴത്തേനും കുറേ ഇലകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചിങ്ങനെ ഡാർക്കായി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആ വിന്റർ ടൈമിലൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഫുള്ള് മറ്റേ ഈ ബ്രാഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ കൂടെ നിങ്ങളും കൂടെ വായോ. നമ്മുടെ നാട്ടിൽ ചില കിണറ്റിനുള്ളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ കിണറൊക്കെ ക്ലീൻ ചെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ ചെടികളൊക്കെ ഒത്തിരി ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ആൾക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ ചെടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ. ഫോറസ്റ്റ് ആയതുകൊണ്ട് കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴുണ്ട് ദേ ഗോകു ഒരു കുട്ടി മരത്തിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി തള്ളുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ദേ നമുക്ക് ഒത്തിരി ഇങ്ങനത്തെ പുഴുക്കളൊക്കെ ഇല്ലേ, അതെന്ത് പുഴുവാണ്, എന്തോ ഒരു മരത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പുഴുവാണ്. ഇങ്ങനെ വല വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരത്തില്ല. അതുപോലെ ഒത്തിരി പുഴുക്കൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ഈ പുഴുവിനെ കണ്ടത് കേട്ടോ. അയ്യോ, ഞാനാണെങ്കിൽ എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ ചാടി വന്നു അത് മേളിൽ നിന്ന്. ഞാനൊന്ന് പേടിച്ച് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തു. നിങ്ങൾ വിചാരിക്കും കാട്ടിൽ വന്നിട്ട് എന്തിനാണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന്. കാടാണെങ്കിലും ഇതൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു കൗണ്ടി പാർക്കാണ് കേട്ടോ. പാർക്കെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ ഉള്ളതുപോലത്തെ പാർക്കല്ല. കുറച്ച് മരങ്ങളും പിന്നെ എന്താ പറയുക, കുറച്ച് എക്സിബിഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ പാർക്കിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 500 acres ആണ് കേട്ടോ. വുഡ്ലാൻഡാണ് ഫുള്ളും. അതായത് ഒത്തിരി മരങ്ങളും അതിനുള്ളിൽ തന്നെ നമുക്ക് ഡിയർ പാർക്കും പിന്നെ കുറേ പോൺസും പിന്നെ കുറേ നമുക്ക് എന്തൊക്കെയോ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ പോയാൽ. അപ്പോൾ ഒരു അടിപൊളി വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇൻജോർജ് പാർക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട് ഇപ്പോൾ താഴെ ഷെൽഫീൽഡ് കോമൺ ഈ ഒരു സൈഡാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പാർക്കിൻ്റെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്കൊരു കോഫി ഷോപ്പ് പ്ലസ് ഒരു സുവനീർ ഷോപ്പ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഫസ്റ്റ് കയറിയത്. അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ സുവനീർസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോഫി ഷോപ്പ്, ആൾക്കാർ ഒത്തിരി ടയേർഡായിട്ടൊക്കെ വരുമ്പോഴത്തേനും കോഫി ഷോപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഗോകുദേ ഒരു സാധനം കണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നതാണ് കേട്ടോ മൂഡ് റിങ്സ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. നമ്മുടെ മൂഡ് അനുസരിച്ച് ആ റിങ്ങിൻ്റെ കളേഴ്സ് മാറും എന്നാണ് പറയുന്നത്. സയൻറ്റിഫിക്കലി എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ഒരു എടുത്തപ്പോഴത്തേനും ഒരു കളറ്, അത് കയ്യിലിട്ടപ്പോൾ വേറൊരു കളറ്. ഞാനിപ്പോൾ ഇതിലിരിക്കുന്ന ഒരു ബ്ലൂ കളർ റിങ് എൻ്റെ കയ്യിലിടാൻ പോവുകയാണ് കേട്ടോ. വിത്തിൻ സെക്കൻഡ്സ് അതിൻ്റെ കളർ ചേഞ്ചായി ബ്ലൂവിൽ നിന്ന് വയലറ്റിലേക്ക് മാറുവാണ് കേട്ടോ. അപ്പോൾ ആ വയലറ്റിന് ഒരു സ്പെസിഫൈ ചെയ്തിട്ടൊരു കമൻറ്റ് ഉണ്ടാവും, അതെന്താന്ന് പറഞ്ഞിട്ട്, നമ്മുടെ മൂഡ് അന്നേരം എന്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. വയലറ്റ് ബ്ലൂ എന്തായിരുന്നു? കാം ലവബിൾ. ഇപ്പൊ എന്തെങ്കിലും ചേഞ്ച് ചെയ്തോ ഒരു വയലറ്റ് ആയി? ആണോ? അപ്പൊ വയലറ്റ് ആവുമ്പോ വെരി ഹാപ്പി ആൻഡ് ലവ്. ഹൗ ഇതിപ്പോ കറന്റ് ഇത് ബ്ലൂ ആണ്. ഓക്കെ, Blue is calm and lovable. Yeah, ഞാൻ കട്ട് ചെയ്യാൻ പോകും. ഗ്രീൻ ആയ ഗ്രീൻ എന്തുവാ? Emotional damage and relaxed. ന്യൂട്രൽ ആണോ? No, that's emotional damage and relaxed. ഇയാൾ ഭയങ്കര ചിരിക്കും, സ്മൈല് ചിരിക്കും. Emotional damage and relaxed. എല്ലാവരുടെ മോതിരം ഒരുമിച്ച് കാണിച്ചു നോക്കി. Yours is emotional damage and relaxed. ഗ്രീൻ ആണോ? That's pinkish. അങ്ങനെ ഞങ്ങൾ കാട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. 500 ഏക്കർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വളരെ കുറച്ച് ഭാഗം മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പേഴ്സണലി ഞാനൊരു നാച്ചുറൽ ലവറാണ്.
കുറേ പച്ചപ്പും പുഴകളും മരങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഓരോ കാട്ടുവഴികളും മരങ്ങളും ഒക്കെ ഞാൻ നോക്കി കാണുന്നത്. നടന്ന് തളരുമ്പോൾ നമുക്കിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചസും ഒക്കെ ഈ കാടിനുള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാപ്പിൻ്റെ ഫോട്ടോ എടുത്തു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ഇതിനുള്ളിൽ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. പിന്നെ വേറൊരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കയറുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ കൊടുക്കുന്ന നടന്നു പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്കിങ്ങനെ ചോദിച്ച് പോകാം. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ ഭയങ്കര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഒരു മരം ഇരിക്കുന്നത് കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് വേറൊരു മരം കേട്ടോ. അപ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഇങ്ങനെ നടക്കാനും മറ്റുമൊക്കെ പറ്റും. അതുപോലെ തന്നെ എനിക്ക് കുറേ പൈൻ കോൺ അവിടെ കിട്ടി കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, മേലെ നിൽക്കുന്ന ഒന്നും പൈനിൻ്റെ മരമൊന്നുമല്ല, വേറെ എന്തോ മരമാണ്. പക്ഷെ അവിടെ കുറേ പൈനിൻ്റെ കോണ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എവിടെ നിന്നാണ് വന്നതെന്ന്. മേ ബി അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്നുള്ളത് ഇങ്ങനെ കാറ്റത്ത് പറന്നു വന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടിട്ടതോ ഒക്കെ ആയിരിക്കും കണ്ടോ. എനിക്ക് അടിപൊളി കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ സ്പ്രിംഗ് സീസണിൻ്റെ ഒരു മനോഹാരിത നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും ഒരു ഭയങ്കര പച്ചപ്പായിട്ടില്ല, എന്നാലൊരു ഇളം പച്ചയില്ലേ, ആ ഒരു പച്ചയിലാണ് അവിടെ ഫുള്ള് നിൽക്കുന്നത്. ഒരു ഭയങ്കര വ്യൂ ആണ് ഗൈസ് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഴുന്ന നമ്മുടെ ഈ സൂര്യപ്രകാശവും പിന്നെ ഇത് ഇപ്പോൾ കണ്ടോ ഈ ചുമന്ന മരവും ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് ശരിക്കും കണ്ണുകളിലൂടെ കാണുമ്പോഴാണ് ശരിക്കും ഭംഗി. ഞങ്ങൾ പോയ ദിവസം നല്ലൊരു കാലാവസ്ഥയും മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് പോയി വരാൻ സാധിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ ആകെ ഇങ്ങനെ ചെളി ബലിയായിട്ട് കിടക്കും. ഫോറസ്റ്റ് വാക്കിങ്ങും സൈക്ലിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയവർക്ക്, അതായത് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഇടമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ പ്രകൃതി എൻജോയ് ചെയ്യാനൊന്നും അധികം പറ്റിയിട്ടില്ല കേട്ടോ, പല കാരണങ്ങൾ കൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഞാനത് എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് കുറേ കാട്ടിലെ പൂക്കളും മറ്റുമൊക്കെ കാണാൻ പറ്റും. വളരെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാട്ടോ അവിടെ നിൽക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഭംഗിയുള്ള പല കളേഴ്സിലുള്ള പൂക്കൾ അവിടെ ഉണ്ട്. ഇവിടെയുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇങ്ങനത്തെ എന്താ പറയുക ഫോറസ്റ്റ് വാക്കിങ്ങും മറ്റും. അവരത് അവരുടെ കുട്ടികളെ പോലും അങ്ങനെ ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവരതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്രസ്സും അതുപോലത്തെ ബൂട്ട്സും ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഫോറസ്റ്റിലൊക്കെ വാക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ നടന്നു പോയപ്പോൾ ദേ നിൽക്കുന്നു നല്ല സുന്ദരികളായ പശുക്കുട്ടികൾ. എന്ത് ഭംഗിയാന്നൊക്കെ എൻ്റെ മോക്ക് ഇരിക്കുന്നുണ്ടോ, അത് ക്യൂട്ടാന്ന് നോക്കിയ ഗൈസ്. UK നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ പശുക്കൾ. അതുപോലെ ഫാമിലോ മറ്റൊക്കെ പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്ക്യൂറലിനെ പിടിക്കാൻ പോയ ഗോകുനെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. മരത്തിൽ കയറി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ സ്ക്യൂറൽസ് ഒക്കെ ഭയങ്കര കുഞ്ഞായിരിക്കും, പക്ഷെ ഇവിടുത്തെ സ്ക്യൂറൽസ് അത്യാവശ്യം ഇച്ചിരി സൈസുള്ള സംഭവങ്ങൾ. അതുപോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മുടെ നാട്ടിലെ സ്ക്യൂറൽസ് ഒന്നും നമ്മുടെ അടുത്തൊന്നും അങ്ങനെ വരുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇവിടെയൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നതും ഒക്കെ കൊണ്ടായിരിക്കാം. അവർ അധികം ഒന്നും നമ്മൾ അടുത്ത് നിന്നാൽ പോലും അധികം ഒന്നും പെട്ടെന്ന് പോകത്തില്ല. പക്ഷെ കൂടുതൽ അടുത്ത് നിന്നാൽ അത് ഓടി മരത്തിൻ്റെ വണ്ടിയിൽ കയറും. ഗൈസ്, ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഈ പാർക്ക് അതുപോലത്തെ ഒത്തിരി പാർക്സ് UK ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് കുറേ ടൈമും മണിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ മരങ്ങളൊക്കെ പലതും വെച്ച് പിടിപ്പിച്ചതാണ്. പുതിയ പുതിയ ട്രീസൊക്കെയാണ് ഒത്തിരി. കാരണം എന്താ പറയുക, ഇവരത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ വെതറിന് വേണ്ടിയിട്ട് തന്നെ. വെതർ ഇപ്പോൾ അറിയാം, നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെതേഴ്സൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് പല സമയത്ത്. നമ്മളിപ്പോൾ മഴ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചൂടായിരിക്കും, ചൂട് പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴയായിരിക്കും. അങ്ങനെ മാറി മാറി വരില്ലേ. ഒരു ഗ്ലോബൽ വാർമിംഗ് ആണ് മൊത്തത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതുപോലത്തെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കാരണം ഇവർ എന്താ പറയുക, നമ്മളിപ്പോൾ മരം വെട്ടിക്കളയുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് ആൾക്കാർക്ക് അതൊരു എന്താ പറയുക, ഇവിടെ ഇൻസൈഡ് വരുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ബ്രെത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി വൈബാണ് ഗൈസ്. ഇത് ഇവിടെ ഗ്യാങ് ആയിട്ട് കുറേ പേര് നിൽക്കുന്നത് കണ്ടോ. ഇവർ വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡഡ് ടൂറാണ് കേട്ടോ. അതായത് ഈ കാട് ഫുള്ളും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കേജ് പോലെ എടുത്തിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചിലപ്പം എവിടെയൊക്കെ സ്റ്റേ ചെയ്ത് അങ്ങനെ പോയി വന്നൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അതുപോലെ ഒത്തിരി ഗ്യാങ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരിങ്ങനെ പല ഗ്രൂപ്പായിട്ട് വന്നിട്ട് നമ്മുടെ ഈ കാട് എക്സ്പ്ലോർ ചെയ്യുന്നത്. നമുക്ക് പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പോർഷൻ മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതറിയാമല്ലോ, നമുക്ക് പറഞ്ഞില്ലേ 500 acres ഉണ്ട്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും നമുക്കത് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വളരെ കുറച്ച് പോർഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു തിരിച്ച് നമ്മൾ കാർ പാർക്ക് ചെയ്തെടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പറ്റുവാണെങ്കിൽ നല്ല വെതറൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടേക്ക് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കിളികളുടെ കളകളാര വയ്പ്പ് കേൾപ്പിച്ചു തരാം കേട്ടോ.
പിന്നെ നമ്മൾ നടന്ന് തളർന്നു വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് ഇതുപോലത്തെ ഐസ്ക്രീം ട്രക്കുകളൊക്കെ അവിടെ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച.